ടോപ്പിക് എന്ന് പറയുന്നത് വൈബ്രേഷൻസ് ആണ്. ഈ എങ്ങനെയാണ് വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു എലാസ്റ്റിക് ഒബ്ജക്റ്റിനെ നമ്മൾ അത് ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്ട്രെയിൻ കൊടുത്ത് വേറൊരു പൊസിഷനിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇത് തിരിച്ച് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് പോകാനായിട്ട് അവിടെ നിന്ന് ട്രൈ ചെയ്ത് പോകും. പക്ഷേ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്, വേറെ കുറച്ച് ഡിസ്റ്റൻസും പോകും. അപ്പോൾ അത് വീണ്ടും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആയിരിക്കും അത് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് വീണ്ടും എത്തുന്നത്. ഈ ഒരു പാത്തിൽ ആ സാധനത്തിന് എന്തുണ്ടാകുന്നു? കുറേ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നു. ഈ ഒരു റിഗറസ് മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുന്നത്. മെയിൻലി 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈബ്രേറ്ററി മോഷനാണ് നമുക്കുള്ളത്. ഫ്രീ വൈബ്രേഷൻ, ഡാംഡ് വൈബ്രേഷൻ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സ്വിങ്ങിൻ്റെ കൺസിഡറേഷൻ എടുക്കാം. നമ്മളൊരു സ്വിങ്ങിനെ വെച്ചു, പിന്നെ അതിനെ അവിടെ ആ പൊസിഷനിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? വീണ്ടും അതിങ്ങനെ ഓസിലേറ്റ് ചെയ്ത് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ വന്ന് നിൽക്കുന്നു. സോ ഫോർ എ ഫ്രീ വൈബ്രേഷൻ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ അത് ആദ്യം വലിയ ഫോഴ്സിൽ പോയി ഇറ്റ് ഗോസ് ടു എന്താണ്? അതിൻ്റെ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് കുറേ സ്റ്റെപ്സ് വഴി അത് വീണ്ടും പോയി നിൽക്കുന്നു. ആൻഡ് വാട്ട് ഈസ് ഡാംഡ് വൈബ്രേഷൻ? ഡാംഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എത്തിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഡാമ്പേഴ്സ് ആഡ് ചെയ്യും. അങ്ങനെ പെട്ടെന്ന് എത്തിക്കുന്നതാണ് നമ്മുടെ ദിസ് ഈസ് ഫ്രീ വൈബ്രേഷൻ, ദിസ് ഈസ് ഡാംഡ് വൈബ്രേഷൻ. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തുന്നു. ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ മീൻസ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡയഗ്രം ഇങ്ങനെ വരും. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിനൊന്നും കുറവ് സംഭവിക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്താണ്? നമ്മളൊരു സ്വിങ്ങിൻ്റെ കേസിൽ ഊഞ്ഞാൽ ആടി ഇങ്ങനെ എത്തുന്നു, നമ്മൾ വീണ്ടും തള്ളുന്നു, അപ്പോൾ അത് വീണ്ടും ആ പോയ അതേ ആംപ്ലിറ്റ്യൂഡിലോട്ട് പോകുന്നു. അതായത് ഈച്ച് ടൈം അത് അതിൻ്റെ ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മൾ വീണ്ടും അതിനെന്ത് ചെയ്യുന്നു? ഒരു പുഷ് കൊടുക്കുന്നു, അല്ലെങ്കിൽ സം ഫോഴ്സ് ഈസ് അപ്ലൈഡ്. അങ്ങനെ ഫോഴ്സ് കൊടുത്ത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഫ്രീ വൈബ്രേഷൻസിനെ പറ്റിയിട്ടാണ്. സോ ഫ്രീ വൈബ്രേഷൻസിന് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡൽ വൈബ്രേഷൻ, ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ആൻഡ് ടോർഷണൽ വൈബ്രേഷൻ. ഇങ്ങനത്തെ ഒരു മോഷനെയാണ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. ആൻഡ് ടോർഷണൽ ഈസ് ഇവിടെ നിൽക്കുന്ന ഒരു പാർട്ടിനെ നമ്മൾ ട്വിസ്റ്റ് കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിലബസ് പ്രകാരം നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിലോട്ട് പോകേണ്ടതില്ല. ഫ്രീ വൈബ്രേഷൻ ഇൻ ജനറൽ നമ്മൾ നോക്കുന്നു. അപ്പോൾ കുറച്ച് ടേംസ്, ഇനി നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പഠിക്കേണ്ട ടേംസ് ഉണ്ട്. ടേംസ് യൂസ്ഡ് എന്ന് പറയുമ്പോൾ ടൈം പീരീഡ്, സൈക്കിൾ ആൻഡ് ഫ്രീക്വൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. വാട്ട് ഈസ് ടൈം പീരീഡ്, സൈക്കിൾ ആൻഡ് ഫ്രീക്വൻസി. പിന്നെ ഒരു റിലേഷനും കൂടെയുണ്ട്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/ടൈം പീരീഡ് ആണ്. അപ്പോൾ ടൈം പീരീഡ് അറിയാമെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് 1/ടൈം പീരീഡ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റും.